അവള് പക്സാണേ കൊടുത്തത്, മുട്ട പക്സ്. രാധാമണി മുട്ട പക്സാണ് കൊടുത്തത്. ഒരു കാശിന് പുള്ളിയല്ലായിരുന്നു. എങ്ങാണ്ട് കടയിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് കൊള്ളാത്ത സാധനമായിരുന്നു. ഞാനൊരു കടി കടിച്ചും കായലിലാട്ടിട്ട് കള. ആ മീന് പോലും തിന്ന് കാണുകയല്ല. ഇത് എന്ത് ചേരുണ്ട് ചെയ്യണ? എളുപ്പം ചേരുണ്ട് കൊച്ചേ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ആ ചേച്ചി മുട്ട പപ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാമ്മ ചിക്കൻ പപ്സ് കൊടുക്കണം. അല്ലാണ്ട് എന്നെ വെക്കിട്ട് കയറിയല്ല വേണ്ട. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കടയിൽ പോണുണ്ടായില്ല, ഞാൻ ചോദിച്ചതല്ലേ. എങ്ങനെയാ ചോദിച്ചത്? പോണണ്ടാന്നല്ലേ ചോദിച്ചുള്ളൂ. പോയി വാങ്ങിച്ചോണ്ട് വരാനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ട് വന്നേനെ. ആ പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ വഴിക്കാശ് ചോദിച്ചേനെ. ആ ആണല്ല. അപ്പേ അട കൊടുത്താ മതി കേട്ടല്ലോ. പഴം വെന്തിട്ടുണ്ട്. ഇവിടെ ഇതെപ്പോ കഴിയാനാണ്? അവരൊക്കെ ഇപ്പൊ വരും. അല്ലേലും ആ സുമക്കും ശ്യാമക്കും ഭയങ്കര പരാതിയാണ്. അമ്മ ചേച്ചിയുടെ വീട്ടിൽ എപ്പോൾ ചെന്നാലും അടയാണ് ഉണ്ടാക്കണേന്ന് കൊടുക്കണേന്നൊക്കെ. എനിക്കും അതൊരു പരാതിയാ എന്തായാലും. അല്ല ഇപ്പൊ നമ്മള് മുദ്ര മാറ്റിയാലോ. ഇപ്പൊ നമ്മള് പഴമൊക്കെ ചെറുതിട്ടുണ്ടല്ലോ. അതൊക്കെ അറിയാൻ പാടില്ല അങ്ങനെ ഉണ്ടാക്കാം. ആരോ കണ്ടുണ്ടോ ചാമ? ദൂരെ കൊണ്ട് കാണാൻ പറ്റുമല്ലോ മതിയൊക്കെ. അത് ആ മഞ്ജൂസും വേണം തോന്നുന്നു. ഒത്തിരി ഫൈൻ കൊടുക്കില്ല, കൃത്യസമയത്ത് തന്നെ പോയത്. ഒരാളെയും കാണാനില്ലല്ലോ. അതാ പ്രസീത ചേച്ചിയും ചേച്ചിയാണല്ലോ ചാമ. 10 മിനിറ്റും കൂടെ ഉള്ളു, ഒരെണ്ണം വന്നിട്ടില്ല. എല്ലാത്തിനും ഞാൻ ഫൈൻ അടിച്ചു കൊടുക്കും. ഓമനാമ്മേ അടയുണ്ടാക്കി കഴിഞ്ഞാ? എല്ലാം കൂടെ വെച്ച് കുറുക്കാക്കി കൊടുക്കാം. അപ്പോൾ വേറെ ഭക്ഷണമാകില്ല. ഞാൻ ഇല കൊണ്ടുവന്ന് അവിടെ വെച്ച കൊണ്ടാണ് ഒക്കെ ഇത് അടയണമെന്ന് മനസ്സിലായത്. ഉണ്ടെങ്കിൽ അവർക്കറിയില്ലല്ലോ ഇവിടെ അടയാണ് ഉണ്ടാക്കുന്നത്. ഇല്ല, ഞാൻ ഇന്നലെ 2 കൂട്ടം മീനും കൂടെ കൊടുത്തിട്ട് ഒരു വിലയും കിട്ടിയില്ല. ഞാൻ വാങ്ങിക്കണമൊന്നുമില്ല. ഓമനമ്മ നല്ല പണിയിലാണല്ലോ. ഓമനമ്മ അട ഉണ്ടാക്കണല്ലേ? ആ ഞാനിവിടെ ഉണ്ട്. രാധാമണി വന്നില്ലേ? വന്നില്ല. ഇവിടം വരെ നടക്കാൻ കഴിയുന്ന വന്ന ചെറിയ കുടി. അവർ രാധാമണി ചേച്ചിയും ചേട്ടനും കൂടി അങ്ങോട്ട് പോകണുണ്ടായി. ഓ അവിടെ വീട് വായുവേലാണല്ലോ. ഇങ്ങോട്ട് വരാനല്ലേ അവർക്ക് പറ്റാതെ വരുള്ളൂ. ഇനി ഞാനും കാണിച്ചു. ചെറിയലൊക്കെ വെള്ളമാണ്, അതുകൊണ്ട് നടക്കാൻ കഴിയലെന്നോ. ഈ എപ്പോഴും ഇങ്ങനെ ലീവ് എടുക്കണവർക്ക് നല്ല ഫൈൻ കൊടുക്കണം. നമുക്ക് ഇവിടെയാണെങ്കിൽ ഈ ഗ്രൂപ്പിലാണെങ്കിൽ ആകെ 20 രൂപയാണ് ഫൈൻ. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ലീവ് എടുക്കണത്. ഒരു മിനിമം ഒരു 100 രൂപയെങ്കിലും ആക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ. ഇത്രയൊന്നും കൊടുക്കണ്ട, അതുകൊണ്ട് കുറച്ച്. നിങ്ങളെല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണോണ്ടാണ് ഇങ്ങനെ താഴത്തേക്ക് ഈ ഗ്രൂപ്പ് വന്നത്.
അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കും. ഞാൻ ചെല്ലാതെ എന്നെ 200 പിടിക്കും, പിന്നെ ബാക്കിയുള്ളവരൊന്നുമില്ലെങ്കിൽ 200 ഒക്കെ കിട്ടുമല്ലോ. അങ്ങനെ 3 മണി എല്ലാരും വന്ന് ഞാൻ ചെന്നിട്ട് എൻ്റെയും പൈൻ മേടിക്കാൻ പോകും. ഭക്തവത്സല ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. ബുദ്ധിയും സർവശക്തിയും മധ്യാനേകിയ ദൈവമേ, വിദ്യാനത്തിൻ പ്രദീപമേ, നല്ല ബുദ്ധി ഞങ്ങൾക്കരുളണി. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. ഇതെന്താ കസേര കളിയായത്? അതൊന്നും പറഞ്ഞാൽ പറ്റിയല്ല, ഫൈൻ തരണം. ആകെ 50 രൂപയുള്ളൂ, പിന്നെ 20 രൂപ ഫൈൻ തന്നു കഴിഞ്ഞാൽ പിന്നെ 30 രൂപ എന്തെടുക്കാനാണ്? നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? സമയത്ത് എത്തിയില്ലേ? പറഞ്ഞാൽ പറ്റൂല, ഫൈൻ വെക്കണം. നമ്മുടെ റിപ്പോർട്ട് വായിക്കണേ. ഒരുമ സ്വയം സഹായ സംഘത്തിലെ 22ാമത് മീറ്റിംഗ് ശ്രീമതി രമണിയുടെ ഭവനത്തിൽ 27/12/2023 മണിക്ക് എല്ലാവരെയും തന്റെ ഭവനത്തിൽ സ്വാഗതം ചെയ്തു. ശേഷം ഐക്യകണ്ഠേന അത് പാസാക്കുകയും ചെയ്തു. തുടർന്ന് നിക്ഷേപം സ്വീകരിക്കലായിരുന്നു. 7 അംഗങ്ങൾ പങ്കെടുത്ത മീറ്റിംഗിൽ 350 രൂപ നിക്ഷേപം കിട്ടി. തുടർന്ന് ലോൺ തിരിച്ചടവ് സ്വീകരിക്കലായിരുന്നു. പക്ഷേ 7 അംഗങ്ങളിൽ നിന്ന് ആരും തന്നെ ലോൺ തിരിച്ചടവ് നടത്തിയില്ല. അപ്പൊ നമ്മുടെ ഫൈനാ? ഫൈനൊന്നുമില്ല, ഞാൻ കറക്റ്റ് സമയത്ത് വന്നല്ലേ. അപ്പൊ 20 രൂപ ഫൈൻ എടുക്കട്ടെ? ഫൈൻ എടുക്കണ്ട, 9 തന്നെ വെച്ചാൽ മതി. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഞാൻ സമയത്ത് തന്നെ എത്തിയല്ലോ. പിന്നെ എൻ്റെ 50 രൂപ ഞാൻ ലോണിന് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, എന്നാ കിട്ടണം? തിരിച്ചടവൊക്കെ കറക്റ്റ് ആയിരുന്നു. ആ, എൻ്റെ തിരിച്ചടവ് കറക്റ്റാ. ഞാനെന്താണേലും ബുക്കൊന്ന് പരിശോധിക്കട്ടെ. പിന്നെ അംഗങ്ങളെല്ലാരും കൂടെ തീരുമാനിക്കണമല്ലോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഞാൻ നന്നായിട്ട് അടച്ചിട്ടുണ്ട്. അടവൊക്കെ കറക്റ്റാണ്, തിരിച്ചടവാണ് ഇല്ലാത്തത്. ചേച്ചി 100 അല്ലേ? എല്ലാം ചുരുട്ടി കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരെണ്ണം പൂട്ട് മാത്രം ചുരുട്ടി കൊടുക്കാറ് ആർക്ക്? എൻ്റെ അവർക്ക്. നമ്മുടെ ഗ്രൂപ്പിന്റെ വാർഷികമായിട്ടില്ലേ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേലും നല്ല രീതിയിൽ തന്നെ പരിപാടി നടത്തണം. നമുക്ക് നല്ല പരിപാടിയാകണം, നല്ല കാണികൾ കണ്ട ഒരു കുറ്റം പറയാത്ത പരിപാടിയാകണം. അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ ഡ്രസ്സുകളും ഒരുപോലത്തെ എടുക്കണം. ഡ്രസ്സ് എല്ലാവരും കൂടി ഒന്നിച്ചു പോയി എടുക്കാൻ. നമുക്ക് ഒരേ കളറിലെ തന്നെ സെറ്റും മുണ്ടും തന്നെ, ഒരേ കരയും അതേപോലെ തന്നെ മാച്ചായിട്ടുള്ള ബ്ലൗസും. പിന്നെ മറ്റേ ചിലവുകളും ഒക്കെ നമ്മളവിടെ തന്നെ പൊളിക്കണം. ഒരു വെറൈറ്റി ആണല്ലോ അവനാണ്. കൊള്ളാല്ലേ ഇത്? റോളടയാ? കൊള്ളാം. കൊള്ളാലോ അമ്മ. അപ്പൊ അടുത്ത മീറ്റിംഗ് നമുക്ക് പ്രസീ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് നടത്താവേ. നമ്മൾ കൈകൊട്ടിക്കളി റിവൻസിൽ എടുക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എല്ലാവർക്കും. നമുക്ക് അന്ന് നമുക്ക് കുറച്ച് നേരത്തെ, എല്ലാവരും കുറച്ച് നേരത്തെ വന്നോ, എന്നാലും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ലോണിന്റെ കാര്യം എന്തായി? കിട്ടുമെന്നാണ് പറയുന്നത്. എൻ്റെ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ എന്തായാലും കിട്ടും. കിട്ടുമായിരിക്കും.